ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നെയ്യടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം हम बनाने जा रहे केरला स्पेशल നെയ്യട दिखाएंगे कैसे है. ഒരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. മിക്സി का बड़ा वाला जार लिया है. इसमें 1 कप दूध डाल रहे हैं. 1 കപ്പ് പാൽ ഞാൻ ഒഴിക്കുകയാണ്. ഇതിനകത്തോട്ട് 1/2 കപ്പ് മൈദ, आधा कप मैदा डाल रहे हैं. 4 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടി, इलायची का पाउडर 1 टीस्पून, शुगर मिला के पाउडर किया है. പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചാണ്. നമുക്ക് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. आधा टीस्पून नमक डाल दें, 1/2 टीस्पून ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. सब मिला के ब्लेंड करके आएंगे. നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള अच्छे से ब्लेंड किया है. एक बर्तन में डाल दे. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. आधा कप दूध भी डाल दे. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് अच्छे से मिक्स करना है. 1/4 കപ്പ് പാനി, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സി ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിക്കാം. മിക്സി ജാർ में डाल के धो के डालेंगे. अच्छे से मिला के रखेंगे. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇത്രയും കട്ടി കുറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ബാറ്റർ ഉണ്ടാക്കാൻ. इतना पतला बैटर चाहिए. बैटर कट्टी കുറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. एक बैटर अभी हटा के रखेंगे. अभी मिक्सी का जार लेके 4 अंडा चाहिए. 4 മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ. 4 മുട്ടയും മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. 4 अंडा मिक्सी का जार में डाल दें. अभी इसमें 4 टेबल स्पून शुगर डाल दें. 4 टेबल स्पून पंचदार നമുക്ക് ഇട്ട് കൊടുക്കാം. नमक डाल दें, आधा टीस्पून, 1/2 टीस्पून ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. इलायची का पाउडर डाल दें. इसमें थोड़ा हल्दी चाहिए, 1/2 टीस्पून മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ട് വരാം. ये सब अच्छे से मिला के बीट करके आएंगे. മുട്ട നല്ലതായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. अंडा अच्छा से बीट करके आया है. एक बाउल में डाल दें. ഒരു ബൗളിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കേക്ക് ടിൻ ഞാൻ എടുത്തിട്ടുണ്ട്. കേക്ക് ടിൻ लिया है. കേക്ക് ടിൻ अभी थोड़ा ग्रीस कर लें. നമുക്ക് കേക്ക് ടിൻ ഒന്ന് നെയ്യ് ഒഴിച്ച് നല്ലതായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. अच्छे से घी डाल के ग्रीस कर लिया है. ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമർ रखा है. ग्रीस किया बर्तन रखा. നമ്മൾ ഗ്രീസ് ചെയ്ത് ആ പാത്രം വെച്ച് കൊടുക്കുക. സ്റ്റീമറിനകത്ത് നല്ലതായിട്ട് സ്റ്റീം വന്നു കഴിഞ്ഞു. अच्छा से സ്റ്റീം ആക്കിയ കേക്ക് ടിൻ भी अच्छे से गरम होना चाहिए. നല്ലതായിട്ട് ചൂടായിട്ട് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. നമ്മുടെ മൈദയുടെ ബാറ്ററാണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. മൈദാക്ക ബാറ്റർ लिया है. 1 സ്പൂൺ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ബാറ്റർ डालते. 30 सेकंड നമുക്ക് സ്റ്റീം വന്നു കഴിഞ്ഞ് ഇതൊന്ന് വെച്ച് കൊടുക്കാം. 30 सेकंड अभी रखना है स्टीम आने के बाद. 30 सेकंड ആയി. 30 सेकंड हो गया. खोलेंगे. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ലോക ബാറ്റർ ടൈറ്റ് हो गया. നമുക്ക് ഇപ്പോൾ ഇതിന്റെ മേലോട്ട് ഇത്തിരി നെയ്യ് स्प्रेड ചെയ്ത് കൊടുക്കാം. अभी इसका ऊपर में थोड़ा घी स्प्रेड करना है. फिर डालना है अंडा का बैटर. നമ്മുടെ മുട്ടയുടെ ബാറ്ററാണ്. നമുക്ക് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ആവത്തക്ക രീതി വേണം ഒഴിച്ചു കൊടുക്കാൻ. सब तरफ होना चाहिए. 1 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാൻ വെക്കണം. 1 മിനിറ്റ് സ്റ്റീം करने के लिए रखना है. നെയ്യട ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അടുത്തുനിന്ന് മാറാതെ നിന്ന് വേണം നെയ്യട ഉണ്ടാക്കാൻ. इसका पास से हटना नहीं है. इसका पास में ही खड़ा होके ये चीज बनाना है. 1 മിനിറ്റ് ആയി. നമുക്ക് മുട്ട വെന്ത് കഴിഞ്ഞു. अंडा अच्छे से पक गया. इसका ऊपर में अभी मैदा का बैटर डाल दें. ഇപ്പോൾ നമുക്ക് മൈദയുടെ ബാറ്റർ ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് 30 സെക്കൻഡ് വേവിച്ചു കൊടുക്കാം. बंद करके 30 सेकंड स्टीम करना है. 30 सेकंड ആയി. നമുക്ക് തുറന്ന് നോക്കാം. 30 सेकंड हो गया. घी इसका ऊपर में ब्रश करना है और अंडा डालना है. നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അടച്ചു വെക്കാം. ഇനി 1 മിനിറ്റ് വേവിക്കണം. മുട്ട ഇട്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ്. अंडा डालने का बाद 1 मिनट. 1 മിനിറ്റ് കഴിഞ്ഞു. 1 मिनट हो गया. अभी मैदा का बैटर डालना है. മൈദയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് തീരുന്നവരെ മുട്ടയും മൈദയും മാറി മാറി ഉണ്ടാക്കിയെടുക്കണം. बैटर खत्म होने तक अंडा और मैदा एक के बाद एक डाल के बनाना है. പറങ്ങണ്ടി മുന്തിരിങ്ങയും വറുത്തെടുക്കാം. काजू और किशमिश फ्राई करना है.
പറങ്ങണ്ടി വറന്നു കഴിഞ്ഞു കിസ്മിസ് ഇട്ട് കൊടുക്കാം. കാജു ഫ്രൈ हो गया किसमिस भी डाल दें. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മൈദയും മുട്ടയും മാറി മാറി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. इसका साथ भी मैदा और अंडा काली डाल दें. പറങ്ങണ്ടി മുന്തിരിങ്ങയും ഫ്രൈ ആയി കഴിഞ്ഞു. काजू किसमिस फ्राई हो गया. अभी ठंडा होने के लिए रखेंगे. നമുക്ക് തണുക്കാനൊന്ന് മാറ്റി വെക്കാം. ഞാൻ ലാസ്റ്റത്തെ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കഴിഞ്ഞു. लास्ट वाला अंडा का बैटर भी डाल दिया. फर्स्ट और लास्ट वाला मैदा का बैटर होना चाहिए. ആദ്യത്തേതും അവസാനത്തതും മൈദയുടെ ബാറ്റർ ആയിരിക്കണം. ലാസ്റ്റ് വാല മൈദയുടെ ബാറ്റർ ആണ് ഇത്. അവസാനത്തെ മൈദയുടെ ബാറ്റർ ആണ് ഞാൻ ഇതിന്റെ കയ്യിലിരിക്കുന്നത്. നമുക്ക് ഇതിപ്പോൾ ഒഴിച്ചു കൊടുക്കാം. अभी लास्ट वाला मैदा का बैटर इसका ऊपर में डाल दें. काजू किशमिश फ्राई करके रखा था वो भी इसका ऊपर में डाल दें. काजू किशमिश फ्राई ചെയ്ത് വരും മൈദയുടെ ബാറ്ററിന്റെ മേലിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് 5 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. अभी 5 मिनट स्टीम करके लेना है. 5 മിനിറ്റ് കഴിഞ്ഞു. 5 मिनट हो गया. खोलेंगे. നമുക്ക് തുറന്നിട്ട് ഇതിന്റെ മേലിലൊന്ന് നെയ്യ് തടവി കൊടുക്കാം. इसका ऊपर में घी स्प्रेड करते हैं. अभी निकाल के ठंडा करने के लिए रखेंगे. നമുക്കിതൊന്ന് തണുക്കാനൊന്ന് വെക്കാം. നെയ്യട തണുത്ത് കഴിഞ്ഞു. നെയ്യട നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. हम लोग थोड़ा साइड थोड़ा कटिंग करके निकाल देंगे. उसके बाद थोड़ा पलटी करना है. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് നേരെ വെക്കാം. अभी हम पलटी करके रखा है. अभी सीधा करेंगे. നമ്മൾ നേരെ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. थोड़ा कटिंग करके देखेंगे. इसका लेयर देखिएगा. लेयर अभी दिखाएंगे. इसका लेयर देखिएगा. നെയ്യട റെഡി हो गया. बहुत बढ़िया टेस्ट है. ഇതിനകത്ത് നിങ്ങൾക്ക് ലെയർ കാണാൻ പറ്റും. इसमें लेयर दिखाएंगे. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യട റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്യട रेडी हो गया. एक बार आप लोग ट्राई करके देखिएगा. अच्छा लगेगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.